എല്ലാവർക്കും PSC ട്രിക്സ് ബൈ ശ്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കറണ്ട് അഫയേഴ്സ് ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രാജ്യത്തെ ആദ്യ ആധാർ സേവാ കേന്ദ്രം തുടങ്ങിയത് എവിടെയാണ്? ഡൽഹി, വിജയവാഡയിലായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് സമാന രീതിയിലുള്ള സേവനങ്ങളാണ് ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ലഭിക്കുക. പുതിയ ആധാർ എടുക്കൽ, തെറ്റ് തിരുത്തൽ, പുതിയ വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർക്കൽ എന്നിവയെല്ലാം ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴി ലഭിക്കും. രാജ്യത്തെ 53 നഗരങ്ങളിൽ ആധാർ സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് പദ്ധതി. ഇനി അടുത്തത് നോക്കാം. ഇന്ത്യക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് തുല്യമായ പദവി നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ജൂലൈ 3-നാണ് അമേരിക്കൻ സെനറ്റ് ഇന്ത്യക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് തുല്യമായ പദവി അംഗീകരിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥ പാസാക്കിയത്. 2020 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ നിയമ ബില്ലിലാണ് ഇതുമായുള്ള സഹകരണ നിർദ്ദേശമുള്ളത്. ഇത് നടപ്പാവുന്നതോടെ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ പ്രതിരോധ സഹകരണം വർദ്ധിക്കും. 2016-ൽ US ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളി പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. ഇനി അടുത്തത് കേന്ദ്ര സർക്കാർ ജലസംരക്ഷണത്തിനായി തുടങ്ങിയ പുതിയ പദ്ധതി ജലശക്തി അഭിയാൻ ആണ്. ജൂലൈ 1-ന് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജലശക്തി അഭിയാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 256 ജില്ലകളിലായി കുടിവെള്ളക്ഷാമം നേരിടുന്ന 1592 ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഗരുഡ 6 ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസമാണ് ഗരുഡ. ഫ്രാൻസിലെ മോൺസി മർസാനിൽ 2019 ജൂലൈ 1 മുതൽ 12 വരെയാണ് 6ാമത് ഗരുഡ പരിശീലനം നടന്നത്. 2014-ൽ ഇന്ത്യയിലായിരുന്നു 5ാമത് ഗരുഡ പരിശീലനം നടന്നത്. നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയുടെ നവീകരണത്തിനായി രൂപം നൽകിയ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന പേരിലുള്ള ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയിൽ 9 അംഗങ്ങളാണുള്ളത്. കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ, നീതി ആയോഗ് അംഗം രമേശ് ചന്ദ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ഉത്തർപ്രദേശ്, ഹരിയാന, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അംഗങ്ങൾ. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്ന രീതിയിൽ കാർഷിക രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് 2 മാസത്തിനകം സമർപ്പിക്കാനാണ് കമ്മിറ്റി രൂപവത്കരിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ചുള്ള എ പ്രൈം മിനിസ്റ്റർ ടു റിമെമ്പർ മെമ്മറീസ് ഓഫ് എ മിലിറ്ററി ചീഫ് എന്ന പുസ്തകം രചിച്ച മുൻ ഇന്ത്യൻ വ്യോമസേന തലവൻ അഡ്മിറൽ സുശീൽ കുമാർ. ഇന്ത്യൻ നാവികസേനയുടെ മുൻ മേധാവിയാണ് അഡ്മിറൽ സുശീൽ കുമാർ. ഈയിടെ പ്രസിദ്ധീകൃതമായ ഈ പുസ്തകം പ്രതിരോധ രംഗത്ത് അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ഇടപെടൽ വിശദീകരിക്കുന്നു. 1998 മുതൽ 2001 വരെ ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിരുന്നു സുശീൽ കുമാർ. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകൃത റെയിൽവേ ടണൽ നിലവിൽ വന്നത് എവിടെ? നെല്ലൂരാണ്. ദക്ഷിണ മധ്യ റെയിൽവേ സോണിനു കീഴിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ചെർലോപ്പള്ളിക്കും റാപ്പുരു റെയിൽവേ സ്റ്റേഷനുമിടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകൃത റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത്. 6.6 കിലോമീറ്ററാണ് ഇതിന്റെ ദൈർഘ്യം. 6.5 മീറ്ററാണ് ഉയരം. 460 കോടി രൂപ ചിലവിൽ പുതിയ ഓസ്ട്രേലിയൻ ടണലിംഗ് രീതിയിലാണ് ഇത് നിർമ്മിച്ചത്. അടുത്തത് ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം നേടിയ കേന്ദ്രം ജയ്പൂർ സിറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കേന്ദ്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ കമ്മിറ്റി യോഗം ചേരും. 2019-ലെ കമ്മിറ്റി യോഗം ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ അസർബൈജാനിലെ ബാക്കുവിൽ നടന്നു. കമ്മിറ്റിയുടെ 43-ാം വാർഷിക യോഗമായിരുന്നു ഇത്. ജൂലൈ 7-നാണ് രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തെ ലോക പൈതൃക പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തത്. സവായ് ജയ്സിംഗ് രണ്ടാമൻ 1727-ൽ നിർമ്മിച്ചതാണ് ജയ്പൂർ നഗരം. പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം ഇതോടെ 38 ആയി. അടുത്തത് ലോക ജനസംഖ്യാ ദിനം എന്നാണ്. ജൂലൈ 11. ഐക്യരാഷ്ട്ര സംഘടന ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1989 മുതലാണ് ജനസംഖ്യാ ദിനാചരണം തുടങ്ങിയത്. 1987 ജൂലൈ 11-ന്
ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതായി പ്രഖ്യാപിക്കപ്പെട്ടതിനാലാണ് ഈ ദിനം ഇതിനായി തിരഞ്ഞെടുത്തത്. അടുത്തത് കിരിയാക്കോസ് മിസോഡാക്കി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഗ്രീസിന്റെയാണ്. ഗ്രീസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കിരിയാക്കോസ് മിസോഡാക്കിയുടെ ന്യൂ ഡെമോക്രസി വിജയിച്ചിരുന്നു. ഗ്രീസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി മിസോഡാക്കി ജൂലൈ 8-ന് അധികാരമേറ്റു. സിരിസ പാർട്ടി നേതാവ് അലക്സിസ് സിപ്രാസ് ആയിരുന്നു തൊട്ടു മുമ്പത്തെ പ്രധാനമന്ത്രി. ഇനി നമുക്ക് നോക്കാം. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ പുതിയ തലവൻ രാഹുൽ ദ്രാവിഡ് ആണ്. ബാംഗ്ലൂരുവിലാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ആസ്ഥാനം. BCCIയുടെ കീഴിൽ 2000-ലാണ് ഇത് സ്ഥാപിതമായത്. രാജ് സിംഗ് ദുംഗാപൂർ ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. അടുത്തത് ക്രിക്കറ്റിൽ ഒരു ലോകകപ്പിൽ 5 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം രോഹിത് ശർമ്മയാണ്. 2019-ലെ ലോകകപ്പ് ക്രിക്കറ്റിൽ 9 കളിയിൽ 5 സെഞ്ചുറി നേടിയാണ് ഇന്ത്യയുടെ രോഹിത് ശർമ്മ റെക്കോർഡ് സ്വന്തമാക്കിയത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് നേട്ടത്തിൽ രോഹിത് സച്ചിനൊപ്പം എത്തുകയും ചെയ്തു. 6 സെഞ്ചുറികൾ വീതമാണ് ഇരുവരുടെയും പേരിലുള്ളത്. അടുത്തത് വിമാന ടിക്കറ്റുകൾക്ക് 2020 മുതൽ ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഫ്രാൻസ് ആണ്. ഗതാഗതം മൂലമുള്ള മലിനീകരണം കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വിമാന ടിക്കറ്റിന് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ ഫ്രാൻസ് തീരുമാനിച്ചത്. ഫ്രാൻസിലെ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വിമാനങ്ങളുടെ ടിക്കറ്റുകൾക്ക് മാത്രമാണ് ഈ നികുതി ഏർപ്പെടുത്തുന്നത്. വിമാന ടിക്കറ്റുകൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. 2018 ഏപ്രിൽ മുതൽ സ്വീഡനിൽ ഇത് നിലവിലുണ്ട്. നമുക്ക് നോക്കാം. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ 50-ാം വാർഷിക ദിനം ആഘോഷിച്ചത് എന്ന്? 2019 ജൂലൈ 20-നാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ അമേരിക്കൻ ബഹിരാകാശ യാത്രികർ 1969 ജൂലൈ 20-നാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ 11 പേടകത്തിലായിരുന്നു യാത്ര. ഈഗിൾ എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയത്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത്. ഇതുവരെ 12 പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. 1972-ലാണ് മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ എത്തിയത്. അടുത്തത് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ദക്ഷിണാഫ്രിക്കയുടെ അലൻ ഡൊണാൾഡ്, ഓസ്ട്രേലിയയുടെ വനിതാ താരം ഫിറ്റ്സ് പാട്രിക് എന്നിവരാണ് സച്ചിനൊപ്പം ഇത്തവണത്തെ ഈ ബഹുമതി നേടിയത്. ICC ഹാൾ ഓഫ് ഫെയിം നേടുന്ന 6ാമത്തെ ഇന്ത്യൻ താരമാണ് സച്ചിൻ. സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, ബിഷൻ സിന്ധ് ബേദി, അനിൽ കുംബ്ലെ, രാഹുൽ ദ്രാവിഡ് എന്നിവർ ഇതിനു മുമ്പ് ഈ ബഹുമതി നേടിയിട്ടുണ്ട്. വിരമിച്ച് 5 വർഷം പൂർത്തിയായവരെയാണ് ഹാൾ ഓഫ് ഫെയിമിനായി ICC പരിഗണിക്കുന്നത്. 2013 നവംബറിലാണ് സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്. അടുത്തത് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂലൈ 28-നാണ്. ലോകത്താകെ 325 ദശലക്ഷം പേർക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. 28.5 ലക്ഷം പേർക്ക് 2017-ൽ രോഗം ബാധിച്ചു. ഹെപ്പറ്റൈറ്റിസ് ബാധിതരിൽ 80%-നും ചികിത്സാ സൗകര്യം ലഭ്യമല്ലെന്നും WHO റിപ്പോർട്ടിൽ പറയുന്നു. 2019-ലെ ദിനാചരണത്തിന്റെ ആദ്യത്തെ രാജ്യം പാകിസ്ഥാനാണ്. ഇൻവെസ്റ്റ് ഇൻ എലിമിനേറ്റിംഗ് ഹെപ്പറ്റൈറ്റിസ് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ വിഷയം. അടുത്തത് 2019 വിംബിൾഡൺ വനിതാ കിരീടം നേടിയതാര്? സിമോണ ഹാലപ്പ് ആണ്. ഫൈനലിൽ സെറീന വില്യംസിനെ പരാജയപ്പെടുത്തിയാണ് റൊമാനിയയുടെ സിമോണ ഹാലപ്പ് കിരീടം നേടിയത്. പുരുഷ വിഭാഗത്തിൽ റോജർ ഫെഡററെ പരാജയപ്പെടുത്തി സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച് കിരീടം നേടി. ഇനി ഏത് സംസ്ഥാനത്തെ പുതിയ ഗവർണറാണ് ബിശ്വഭൂഷൺ ഹരിചന്ദൻ? ആന്ധ്രാപ്രദേശ് ഗവർണറാണ്. പുതുതായി 2 സംസ്ഥാനങ്ങളിലാണ് ജൂലൈയിൽ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാവായ ഹരിചന്ദനെ ആന്ധ്രാപ്രദേശിന്റെയും രാജ്യസഭാ അംഗമായ അനസൂയ ഉക്കയെ ഛത്തീസ്ഗഡിന്റെയും ഗവർണറായാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിയമിച്ചത്. ഛത്തീസ്ഗഡിന്റെ ആദ്യത്തെ ട്രൈബൽ വനിതാ ഗവർണറാണ് അനസൂയ. അടുത്തത് ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? 2019 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ 2ാം ചന്ദ്ര ഗവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 2019 ജൂലൈ 22-ന് ഉച്ചയ്ക്ക് 2:43-നാണ് വിക്ഷേപിച്ചത്. GSLV Mark 3D ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 16 മിനിറ്റും 24 സെക്കൻഡും കൊണ്ട് ചന്ദ്രയാൻ 2 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തി. സെപ്റ്റംബർ 7-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ.
അടുത്തത് നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ തമ്പുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ്? മലേഷ്യയിലാണ്. 1998 മലേഷ്യയിലെ സുങ്ങായ് നിപ്പ എന്ന ഗ്രാമത്തിൽ പന്നികളിൽ ഈ അപൂർവ രോഗം പടർന്നു പിടിച്ചത്. ഗ്രാമത്തിന്റെ പേരിൽ നിന്ന് നിപ്പ എന്ന രോഗത്തിനും പേര് വന്നു. ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസായാണ് ആദ്യം കണക്കാക്കിയത്. പിന്നീട് ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായി തിരിച്ചറിഞ്ഞു. പന്നികൾ, വവ്വാലുകൾ എന്നിവയിലാണ് വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മലേഷ്യയ്ക്ക് പുറമെ സിംഗപ്പൂർ, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒടുവിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത എറണാകുളം ജില്ലയെ ജൂലൈ 23 നിപ്പ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് നോക്കാം. കേരളത്തിൽ എവിടെയാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം നടക്കുന്നത്? പുലിക്കയത്താണ്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പുലിക്കയത്തെ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കയാക്കിംഗ് മത്സരമാണിത്. ജൂലൈ 25 മുതൽ 28 വരെയാണ് മത്സരം. കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ സാഹസിക ടൂറിസം വിഭാഗമാണ് മുഖ്യ സംഘാടകർ. അടുത്തത് കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ആഘോഷിക്കുന്നത്. ജൂലൈ 26 1999 മെയ് 3 കാർഗിലിൽ നിയന്ത്രണ രേഖ മറികടന്ന് പാക് സൈന്യം നുഴഞ്ഞു കയറിയത്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. നവാസ് ഷെരീഫ് പാക് പ്രധാനമന്ത്രിയും. കാർഗിൽ തിരികെ പിടിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. അടുത്തത് 2019 രമൺ മഗ്സസെ അവാർഡ് നേടിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ രവീഷ് കുമാർ ആണ്. 1957 മുതൽ നൽകി വരുന്ന രമൺ മഗ്സസെ അവാർഡ് ഏഷ്യയുടെ നോബൽ എന്നാണ് അറിയപ്പെടുന്നത്. 2019 5 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. NDTVയിലെ രവീഷ് കുമാറിന് പുറമെ മ്യാൻമറിൽ നിന്നുള്ള കോസ്വിവിൻ, തായ്ലൻഡിൽ നിന്നുള്ള അങ്ഹാന നീലാപായിജിത്ത്, ഫിലിപ്പൈൻസിൽ നിന്നുള്ള റെയ്മണ്ടോ പുജാന്റെ കായാംബ്യാബ്, ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കിം ജോങ് കി എന്നിവർക്കാണിത്. ഫിലിപ്പൈൻസ് പ്രസിഡന്റായിരുന്ന രമൺ മഗ്സസെയുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നത്. അടുത്തത് ജഗദീപ് ധൻഖർ ഏത് സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറാണ്? പശ്ചിമ ബംഗാളിന്റെയാണ്. കേസരിനാഥ് ത്രിപാഠി ഗവർണർ പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും രാജസ്ഥാനിലെ BJP MLA-യുമായ ജഗദീപ് ധൻഖറിനെ പശ്ചിമ ബംഗാളിന്റെ ഗവർണറായി നിയമിച്ചത്. ജൂലൈ 31 അദ്ദേഹം ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ, പോസ്കോ അമെൻഡ്മെന്റ് ബില്ലിന്റെ മുഴുവൻ പേരെന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. ഓഗസ്റ്റ് 1 ലോക്സഭ പോസ്കോ ബിൽ പാസാക്കിയത്. രാജ്യസഭ നേരത്തെ ഇത് പാസാക്കിയിരുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥയുള്ളതാണ് ബില്ല്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നവർക്ക് 5 വർഷം വരെ തടവ് ശിക്ഷ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 16 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടികളായി ബില്ലിൽ പരിഗണിക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ളവർക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് ചുരുങ്ങിയത് 20 വർഷം തടവ് ശിക്ഷ ലഭിക്കും. വധശിക്ഷയാണ് പരമാവധി.
അടുത്തത് ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വനിതാ കായിക താരങ്ങളുടെ ഫോബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളതാര്? സെറീന വില്യംസ് ആണ്. 37-കാരിയായ അമേരിക്കൻ വനിതാ ടെന്നീസ് താരം സെറീന വില്യംസിന്റെ വാർഷിക വരുമാനം 206 കോടി രൂപയോളമാണ്. 2-ാം സ്ഥാനത്ത് ജപ്പാന്റെ നവോമി ഒസാക്കയാണ്. 15 അംഗ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യക്കാരി ബാഡ്മിന്റൺ താരമായ PV സിന്ധു ആണ്. 36 കോടി രൂപയാണ് PV സിന്ധുവിന്റെ വാർഷിക വരുമാനം. അടുത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷ നിലനിൽക്കുന്ന രാജ്യമേത്? പാപ്പുവ ന്യൂഗിനിയയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ കണക്ക് പ്രകാരം 840 തദ്ദേശീയ ഭാഷകളാണ് ശാന്തസമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ പാപ്പുവ ന്യൂഗിനിയയിൽ നിലനിൽക്കുന്നത്. 456 തദ്ദേശീയ ഭാഷകൾ നിലനിൽക്കുന്ന ഇന്ത്യ പട്ടികയിൽ 4-ാമതാണ്. 7111 ഭാഷകളാണ് ലോകത്താകെ നിലനിൽക്കുന്നത്. ഇതിൽ 3741 ഭാഷകൾ 1000-ൽ താഴെ പേർ മാത്രം സംസാരിക്കുന്നവയാണ്. വിക്രം സാരാഭായിയുടെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഏർപ്പെടുത്തിയ സ്ഥാപനം ISRO യാണ്. 1919 ഓഗസ്റ്റ് 12-നാണ് വിക്രം സാരാഭായ് ജനിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ് 1971 ഡിസംബർ 30-ന് അന്തരിച്ചു. സ്പേസ് സയൻസ്, ടെക്നോളജി ആൻഡ് റിസർച്ച് മേഖലയിലെ സംഭാവനകൾക്കാണ് ISRO ജേർണലിസം അവാർഡ് നൽകുന്നത്. അടുത്തത് ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകിയ ഏത് വകുപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയത്? 370-ാം വകുപ്പാണ്. ജമ്മു ആൻഡ് കാശ്മീരിന് അനുവദിച്ചിരുന്ന പ്രത്യേക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനും ജമ്മു, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കാനുമുള്ള ബില്ല് 2019 ഓഗസ്റ്റ് 5-ന് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. 61 പേർ എതിർത്തെങ്കിലും 125 പേരുടെ പിന്തുണയോടെ രാജ്യസഭ ബില്ല് പാസാക്കി. ഓഗസ്റ്റ് 6-ന് ലോക്സഭയും ബില്ല് പാസാക്കി. ജമ്മു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ഇതോടെ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3 ആയി. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28-ഉം കേന്ദ്രഭരണ പ്രദേശങ്ങൾ 9-ഉമാണിപ്പോൾ. ഇതിൽ ഡൽഹി ദേശീയ തലസ്ഥാന ഭരണ പ്രദേശം എന്ന പദവി കൂടിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ഇനി അടുത്തത് ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ്. ഓഗസ്റ്റ് 12-ന് പുറത്തിറക്കിയ ഈ പുസ്തകം ആര് രചിച്ചതാണ്? വെങ്കയ്യ നായിഡു ആണ്. വൈസ് പ്രസിഡന്റ് പദവിയിലെ കഴിഞ്ഞ 2 വർഷത്തെ അനുഭവങ്ങളും പ്രധാന പ്രസംഗങ്ങളും മറ്റും ക്രോഡീകരിച്ച് രചിച്ച പുസ്തകമാണ് ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ്. ഓഗസ്റ്റ് 11-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചെന്നൈയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. അടുത്തത് 66-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയതാര്? കീർത്തി സുരേഷ് ആണ്. മഹാനടി എന്ന സിനിമയ്ക്കാണ്. തമിഴിലെ മുൻ നടി സാവിത്രിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി തെലുങ്കിൽ നിർമ്മിച്ച സിനിമയാണ് മഹാനടി. വിക്കി കൗശൽ, ആയുഷ്മാൻ ഖുറാന എന്നിവർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം. ഗുജറാത്തി സിനിമയായ ഹെല്ലോരോയാണ് മികച്ച ചിത്രം. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം MJ രാധാകൃഷ്ണനാണ്. ഇനി അടുത്തത് 9 വയസ്സുകാരിയായ വാലന്റീന ഇലാംഗ്ബാം ഏത് സംസ്ഥാനത്തിന്റെ ഗ്രീൻ അംബാസഡർ ആയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? മണിപ്പൂരിന്റെ ആണ്. മരം മുറിക്കുന്നത് കണ്ട് കരയുന്ന വാലന്റീനയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മണിപ്പൂർ സർക്കാർ വാലന്റീനയെ സംസ്ഥാനത്തിന്റെ ഗ്രീൻ അംബാസിഡറായി പ്രഖ്യാപിച്ചത്. 1 വർഷത്തേക്കാണ് നിയമനം. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഗുൽമോഹർ മുറിച്ചു മാറ്റുന്നത് കണ്ടാണ് 5-ാം ക്ലാസ്സുകാരിയായ വാലന്റീന സങ്കടത്തോടെ കരഞ്ഞത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാലന്റീന പിടിപ്പിച്ചവയായിരുന്നു ഈ ഗുൽമോഹർ. അടുത്തത് കോറസ് എന്ന പേരിൽ പുതിയ സുരക്ഷാ കമാൻഡോ വിഭാഗം തുടങ്ങിയത് ഏത് മന്ത്രാലയമാണ്? റെയിൽവേ മന്ത്രാലയമാണ്. കമാൻഡോ ഫോർ റെയിൽവേ സെക്യൂരിറ്റി എന്നതിന്റെ ചുരുക്കരൂപമാണ് കോറസ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഉപവിഭാഗമാണിത്. കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ഓഗസ്റ്റ് 14-ന് പുതിയ കമാൻഡോ വിങ് ഉദ്ഘാടനം ചെയ്തു. അടുത്തത് ന്യൂഡൽഹിയിൽ നടന്ന ലോക വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ബെസ്റ്റ് ഇന്നോവേഷൻ ആൻഡ് ഇനിഷ്യേറ്റീവ് ലീഡർഷിപ്പ് അവാർഡ് എന്നാണ് ഈ അവാർഡിന്റെ മുഴുവൻ പേര്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടത്തിനാണ് രാജസ്ഥാന് അവാർഡ് ലഭിച്ചത്. വേൾഡ് എഡ്യൂക്കേഷൻ സമ്മിറ്റിന്റെ 14ാമത് ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിൽ 2019-ൽ നടന്നത്. അടുത്തത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം കാജിൻസാറയാണ്. നേപ്പാളിലെ മനാങ് ജില്ലയിലെ സിംഗാർകർക്ക മേഖലയിലാണ്
കാജിൻസാറ തടാകം. സിംഗാർ എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ തടാകം കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 5200 മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്. 1500 മീറ്റർ നീളവും 600 മീറ്റർ വീതിയുമുണ്ട്. ഇതിന്റെ ഉയരം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതോടെയേ ലോകത്തെ ഏറ്റവും ഉയരത്തിലെ തടാകം എന്ന റെക്കോർഡ് സ്വന്തമാവൂ. നിലവിൽ 4919 മീറ്റർ ഉയരത്തിലുള്ള തിലിക്കോ തടാകമാണ് ഏറ്റവും ഉയരത്തിലുള്ള തടാകം എന്ന റെക്കോർഡിലുള്ളത്. ഇതും നേപ്പാളിൽ തന്നെയാണ്. ഇനി അടുത്തത് ഭിന്നശേഷിക്കാരുടെ പ്രഥമ T20 ലോക ക്രിക്കറ്റ് സീരീസിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 36 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇംഗ്ലണ്ട് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 6 രാജ്യങ്ങളാണ് മത്സരിച്ചത്. ഇനി അടുത്തത് കേരളത്തിൽ നിന്ന് പുതുതായി ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം തിരൂർ വെറ്റിലയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ, താനൂർ, തിരൂരങ്ങാടി പരിസരങ്ങളിൽ കൃഷി ചെയ്യുന്ന വെറ്റിലയ്ക്കാണ് തിരൂർ വെറ്റില എന്ന പേരിൽ ഭൗമസൂചിക പദവി നൽകിയത്. തിരൂർ വെറ്റിലയുടെ ഉൽപാദനത്തിനും വിപണനത്തിനും കൂടുതൽ പ്രോത്സാഹനമാകും ഈ നേട്ടം. നമുക്ക് നോക്കാം. 2019 ഡ്യൂറന്റ് കപ്പ് കിരീടം നേടിയ ടീം ഗോകുലം കേരള FC ആണ്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാനെ 2-1 പരാജയപ്പെടുത്തിയാണ് ഗോകുലം കിരീടം നേടിയത്. ട്രിനിഡാഡുകാരനായ മാർക്കസ് ജോസഫ് ആണ് ഗോകുലം FC-യുടെ ക്യാപ്റ്റൻ. 1997 FC കൊച്ചിനാണ് ഡ്യൂറന്റ് കപ്പ് ഇതിനു മുമ്പ് നേടിയ കേരള ടീം. IM വിജയനായിരുന്നു അന്ന് FC കൊച്ചിന്റെ നായകൻ. അടുത്തത് കേരള സർക്കാർ പുതുതായി തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് എന്നാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് ഇതിന്റെ മുഴുവൻ രൂപം. 11 ലക്ഷത്തോളം പേർക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്നാണ് കണക്ക്. 2017-18 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. സ്വകാര്യ കമ്പനിയായ റിലയൻസിനായിരുന്നു ഇതിന്റെ നടത്തിപ്പ് ചുമതല ആദ്യം നൽകിയതെങ്കിലും ഇപ്പോൾ റിലയൻസുമായുള്ള കരാർ റദ്ദാക്കിയിരിക്കുകയാണ്. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി നൽകി ആദരിച്ച രാജ്യം UAE ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സയ്യിദ്. UAE-യുടെ സ്ഥാപകനായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ സ്മരണയ്ക്കായുള്ളതാണ് ഈ ബഹുമതി. അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തിലാണ് മോദിക്ക് ഈ പുരസ്കാരം ലഭിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. അടുത്തത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു ആണ്. സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ 2019 ഓഗസ്റ്റ് 25 നടന്ന ഫൈനലിൽ ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ PV സിന്ധു ലോക ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത്. 2017-18 ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും സിന്ധുവിന് വിജയിക്കാനായിരുന്നില്ല. ലോക ചാമ്പ്യൻഷിപ്പിൽ സിന്ധുവിന്റെ 5ാം മെഡലാണ് ഇത്തവണത്തെ സ്വർണം. ലോക ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ജപ്പാന്റെ കെൻജോ മൊമോട്ടയാണ് ഇത്തവണത്തെ ചാമ്പ്യൻ. ഇനി രാജ്യത്ത് നടന്നുവരുന്ന സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ സർവേ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശുചിത്വം. കേന്ദ്ര കുടിവെള്ള മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തെ എല്ലാ ജില്ലകളിലും ശുചിത്വ സർവേ നടത്തുന്നത്. സ്വതന്ത്ര ഏജൻസി നടത്തുന്ന സർവേയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ജില്ലകൾക്കും സംസ്ഥാനത്തിനും റാങ്ക് നിശ്ചയിക്കുകയാണ് ലക്ഷ്യം. പൊതുജനങ്ങൾക്ക് SSG 2019 എന്ന മൊബൈൽ ആപ്പ് വഴി അഭിപ്രായം രേഖപ്പെടുത്താനും അവസരമുണ്ട്. ശുചിത്വ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്ന ജില്ലയ്ക്കും സംസ്ഥാനത്തിനും സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അവാർഡ് നൽകും. ഇനി 2019 വെള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? സക്കറിയ. വെള്ളത്തോൾ സാഹിത്യ സമിതിയാണ് എല്ലാ വർഷവും വെള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 1991 പാലാ നാരായണൻ നായർക്കാണ് ആദ്യ വെള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2018 M മുകുന്ദനായിരുന്നു പുരസ്കാരം. 1,11,111 രൂപയാണ് പുരസ്കാര തുക. ചെറുകഥാ സാഹിത്യത്തിലെ സംഭാവനകൾ പരിഗണിച്ചാണ് സക്കറിയയ്ക്ക് ഈ വർഷത്തെ പുരസ്കാരം നൽകിയത്. ഇനി 2019 പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം മാനസി ജോഷിയാണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 1998 പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയത്. 2 വർഷം കൂടുമ്പോഴാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ ഓഗസ്റ്റ് 20 മുതൽ 25 വരെയായിരുന്നു ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പ്. പുരുഷ സിംഗിൾസ് SL3 വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രമോദ് ഭഗത് സ്വർണം നേടി. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പരുൾ ധാൽ സുബ്ബായ് പാർമർക്കാണ് വെള്ളി.
ഇനി ഡൽഹിയിലെ പ്രശസ്തമായ ഏത് സ്റ്റേഡിയത്തിനാണ് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പേര് നൽകുന്നത്? ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം. 1351 മുതൽ 1388 വരെ ഡൽഹി ഭരിച്ചിരുന്ന തുഗ്ലക് വംശ ഭരണാധികാരിയാണ് ഫിറോസ് ഷാ. ഡൽഹിക്കടുത്ത് ഫിറോസാബാദ് നഗരം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഇവിടുത്തെ കോട്ടയാണ് ഫിറോസ് ഷാ കോട്ല. 1883 ഇവിടെ സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ ആണ് ഏറ്റവും പഴക്കമുള്ളത്. അടുത്തത് ഏത് ജീവിയാണ് വംശനാശം നേരിടുന്ന ജന്തുജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ആഗോള വ്യാപാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സൈറ്റ്സിന്റെ സംരക്ഷിത പട്ടിക 1 പുതുതായി ഇടം നേടിയത്? നക്ഷത്രാമ. നക്ഷത്രാമകളെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് അനധികൃതമായി കടത്തപ്പെടുന്നുണ്ട്. ഭാഗ്യചിഹ്നമായാണ് ഇവയെ കരുതുന്നത്. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറയുടെ ജനീവയിൽ നടന്ന സമ്മേളനമാണ് 2019 ഓഗസ്റ്റ് 17 മുതൽ 28 വരെയായിരുന്നു സമ്മേളനം. ഇതിൽ വംശനാശം നേരിടുന്ന നക്ഷത്രാമകളെ സംരക്ഷിത പട്ടികയുടെ 1-ാം വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതോടെ ഇവയുടെ വിപണനം കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി മാറും. സൈറ്റ്സ് പട്ടികയ്ക്ക് 3 അപ്പൻഡിക്സുകളാണുള്ളത്. ഇതിൽ 1-ാം അപ്പൻഡിക്സിൽ ഉൾപ്പെടുന്നവയുടെ വ്യാപാരം പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ട്. 2ഉം 3ഉം അപ്പൻഡിക്സിൽ ഉൾപ്പെടുന്നവയെ നിയന്ത്രണ വിധേയമായി വ്യാപാരം നടത്താം. നക്ഷത്രാമയ്ക്ക് പുറമെ കേരളത്തിൽ ഉൾപ്പെടെ കാണുന്ന നീർനായയെയും അപ്പൻഡിക്സ് 1 പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് പാകിസ്ഥാൻ ഓഗസ്റ്റ് 28 രാത്രിയിൽ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേര്? ഗസ്നവി എന്നാണ്. പാകിസ്ഥാന്റെ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് നിർമ്മിച്ച ഈ മിസൈലിന്റെ മുഴുവൻ പേര് ഹഫ്-3 ഗസ്നവി എന്നാണ്. ഇന്ത്യയുമായി സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പൂർണ്ണതോതിൽ യുദ്ധമുണ്ടാവുമെന്ന് പാക് മന്ത്രി പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെ നടന്ന മിസൈൽ പരീക്ഷണം ലോക ശ്രദ്ധ നേടി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കാവുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി 300 കിലോമീറ്റർ വരെയാണ്. ഇനി സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ദി ഹിന്ദു വേ എന്നത് ആരുടെ പുസ്തകമാണ്? ശശി തരൂർ. സെപ്റ്റംബർ 2 പുറത്തിറങ്ങിയ ദ ഹിന്ദു വേ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദുയിസം ശശി തരൂരിന്റെ 2019 ആദ്യ പുസ്തകമാണ്. വൈ ഐ ആം എ ഹിന്ദു, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നിവയാണ് തരൂരിന്റെ 2018 പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ. ഇനി അടുത്തത് കേരളത്തിന്റെ പുതിയ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ളയാളാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹർ സ്വദേശിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ജസ്റ്റിസ് പി സദാശിവം സെപ്റ്റംബർ 4 ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം. കേരളത്തിന്റെ 22ാമത് ഗവർണറാണ് ആരിഫ് ഖാൻ. തെലങ്കാനയുടെ പുതിയ ഗവർണറായി ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജനെയും മഹാരാഷ്ട്ര ഗവർണറായി ഭഗത് സിംഗ് കോശിയാരിയെയും ഹിമാചൽ പ്രദേശ് ഗവർണറായി ബന്ദാരു ദത്താത്രേയയെയും പുതുതായി നിയമിച്ചു. ഹിമാചൽ ഗവർണറായിരുന്ന കൽരാജ് മിശ്രയെ രാജസ്ഥാൻ ഗവർണറാക്കി. അടുത്തത് ദ റിപ്പബ്ലിക്കൻ എത്തിക് എന്നത് ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് പദവിയിലിരിക്കെ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ദ റിപ്പബ്ലിക്കൻ എത്തിക്. ഇതിന്റെ 2ാം ഭാഗം സെപ്റ്റംബർ 7 ന്യൂഡൽഹിയിൽ വൈസ് പ്രസിഡന്റ് എം വെങ്കയ്യ നായിഡു പ്രകാശനം ചെയ്തു. ഇനി 2019 US ഓപ്പൺ വനിതാ കിരീടം നേടിയതാര്? ബിയാൻക വനേസ. 19-കാരിയായ ബിയാൻക കനഡക്കാരിയാണ്. ആദ്യമായാണ് US ഓപ്പൺ കിരീടം നേടുന്നത്. ഫൈനലിൽ അമേരിക്കയുടെ സെറീന വില്യംസിനെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ വിഭാഗ കിരീടം റാഫേൽ നദാലിനാണ്. നദാലിന്റെ 19ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. അടുത്തത് ഏത് പൊതുമേഖലാ ബാങ്കിനെയാണ് കനറ ബാങ്കിൽ ലയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? സിൻഡിക്കേറ്റ് ബാങ്ക്. രാജ്യത്തെ 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് 4 തീരുമാനം ഓഗസ്റ്റ് 30 ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് പ്രഖ്യാപിച്ചത്. ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കും. സിൻഡിക്കേറ്റ് ബാങ്കും കാനറ ബാങ്കും ലയിച്ച് ഒന്നാകും. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കും. ഇന്ത്യൻ ബാങ്കും അലഹബാദ് ബാങ്കും ലയിച്ച് ഒന്നാകും. ലയനം പൂർണ്ണമായാൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ചുരുങ്ങും. അടുത്തത് ഇന്ത്യയും യുഎസും ചേർന്നുള്ള സൈനിക പരിശീലനമായ യുദ്ധ അഭ്യാസ് 2019 എവിടെ വെച്ചാണ് നടക്കുന്നത്? വാഷിംഗ്ടൺ. യുഎസും ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന യുദ്ധാഭ്യാസിൽ ഇന്ത്യൻ കരസേനയുടെ അസം റെജിമെന്റാണ് പങ്കെടുക്കുന്നത്. സെപ്റ്റംബർ 5 തുടങ്ങിയ പരിശീലനം സെപ്റ്റംബർ 18 സമാപിക്കും. ഇരു രാജ്യങ്ങളും ചേർന്നുള്ള 15ാമത് യുദ്ധാഭ്യാസമാണ്
2019 നടന്നത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഋഷികേശ് റോയിയെ സുപ്രീം കോടതി ജഡ്ജിയായി സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് പുതിയ ചീഫ് ജസ്റ്റിസായി മണികുമാറിനെ കൊളീജിയം നിർദ്ദേശിച്ചത്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ് മണികുമാർ. ഇനി അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി തുടങ്ങിയത് എവിടെ? ഔറംഗാബാദ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ 10,000 ഏക്കർ സ്ഥലത്താണ് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സിറ്റി തുടങ്ങിയത്. ഔറിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 8 ഇത് ഉദ്ഘാടനം ചെയ്തു. അടുത്തത്, ഹൗഡി എന്ന വാക്കിന്റെ അർത്ഥം. ഹലോ. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണത്തിന് നൽകിയ പേര് ഹൗഡി മോദി എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പരിപാടിയിൽ പങ്കെടുത്തു. അനൗപചാരികമായ സ്വാഗതം ഓതുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൗഡി. അടുത്തത്, ഓസോൺ പാളിക്ക് അപകടകരമായ ഏത് വാതകമാണ് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ കണ്ടെത്തിയിരിക്കുന്നത്? ബ്രോമിൻ മോണോക്സൈഡ്. വെളുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കച്ച്. അപൂർവ വാതകമായ ബ്രോമിൻ മോണോക്സൈഡ് അസാധാരണ രീതിയിൽ ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് പ്രവഹിക്കുന്നതായാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ദൂരദർശന്റെ എത്രാമത് വാർഷികമാണ് 2019 സെപ്റ്റംബർ 15 നടന്നത്? 60-ാം വാർഷികം. 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ സംപ്രേഷണം തുടങ്ങിയത്. സത്യം, ശിവം, സുന്ദരം എന്നതാണ് ദൂരദർശന്റെ മോട്ടോ. ഇന്ത്യയുടെ 90% പ്രദേശത്തും ഇപ്പോൾ ദൂരദർശൻ ലഭ്യമാണ്. ഡൽഹിയിലെ മാണ്ഡി ഹൌസിലാണ് ദൂരദർശന്റെ ആസ്ഥാനം. ഇനി, മോത്തിഹാരി അമിലേക്കുഞ്ചി വാതക പൈപ്പ് ലൈൻ ഇന്ത്യയിൽ നിന്ന് ഏത് അയൽരാജ്യത്തേക്കുള്ളതാണ്? നേപ്പാൾ. ദക്ഷിണേഷ്യയിലെ രാജ്യാതിർത്തി കടന്നുള്ള ആദ്യ ഇന്ധന വിതരണ പൈപ്പ് ലൈനാണിത്. കാഠ്മണ്ഡുവിൽ സെപ്റ്റംബർ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും സംയുക്തമായാണ് പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും നേപ്പാൾ ഓയിൽ കോർപ്പറേഷനും സംയുക്തമായി 324 കോടി രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചത്. നേപ്പാളിലെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമേകുന്നതാണ് ഈ പദ്ധതി. ഇനി, ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 16. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ടത് 1987 സെപ്റ്റംബർ 16 ഇതിന്റെ ഭാഗമായാണ് 2000 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 32 ഇയേഴ്സ് ആൻഡ് ഹീലിംഗ് എന്നതായിരുന്നു 2019 ദിനാചരണത്തിന്റെ തീം. ഇനി, ഹിന്ദി ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 14. ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകാൻ 1949 സെപ്റ്റംബർ 14 തീരുമാനിച്ചത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് 1953 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായി ആചരിക്കുന്നത്. രാജ്യത്ത് 43.63% പേർ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഇനി, 2019 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യ. കൊളംബോയിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിനെ 5 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം കിരീടം നേടിയത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ഈ ടൂർണമെന്റ് ആദ്യമായി നടന്നത് 1989 8ാമത് ടൂർണമെന്റായിരുന്നു. 7 തവണയും വിജയിച്ചത് ഇന്ത്യയാണ്. 2017 അഫ്ഗാനിസ്ഥാൻ കിരീടം നേടി. 2012 പാകിസ്ഥാനും ഇന്ത്യയും സംയുക്ത ജേതാക്കളായി. അടുത്തത്, അപകടത്തിൽപ്പെട്ടവരെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സൗജന്യ ആംബുലൻസ് സേവന പദ്ധതിയുടെ പേര്? കനിവ്. കനിവ് 108 എന്നാണ് സൗജന്യ ആംബുലൻസ് പദ്ധതിയുടെ മുഴുവൻ പേര്. സംസ്ഥാനത്താകെ ഈ ആംബുലൻസ് പദ്ധതിയുടെ സേവനം ലഭിക്കും. സെപ്റ്റംബർ 17 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്തത്, ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതാണോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന്റെ പേര്? ശോധ് ശുദ്ധി. കേന്ദ്ര മാനവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാലാണ് ഈ സോഫ്റ്റ്വെയർ ഔദ്യോഗികമായി പുറത്തിറക്കിയത്. UGCയുടെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഇൻഫ്ലിപ്നെറ്റ് ആണ് സോഫ്റ്റ്വെയറിന്റെ സേവനം നൽകുന്നത്. സർവകലാശാലകൾ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ലഭ്യമാക്കും. ഇനി, 2019 ലോക കാലാവസ്ഥാ യുവജന ഉച്ചകോടി നടന്നത് എവിടെ? ന്യൂയോർക്ക്. സെപ്റ്റംബർ 21 മുതൽ 23 വരെയായിരുന്നു UN യുവജന കാലാവസ്ഥാ ഉച്ചകോടി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന 18 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള യുവ നേതാക്കളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾ ഉച്ചകോടിയിലെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു.
ഇനി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നരേന്ദ്രമോദിക്ക് ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ചത്? സ്വച്ഛ് ഭാരത്. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ശുചിത്വം മെച്ചപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾക്കാണ് ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം നരേന്ദ്രമോദിക്ക് നൽകിയത്. അമേരിക്ക ആസ്ഥാനമായുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ആണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. സെപ്റ്റംബർ 25-ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ന്യൂയോർക്കിൽ വെച്ച് മോദിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സിന്റെ ചേഞ്ച് മേക്കർ പുരസ്കാരം രാജസ്ഥാനിലെ ഹിൻസ്ല സ്വദേശിനിയായ പായൽ ജംഗിതായ്ക്കാണ്. 2019 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതാര്? അമിതാഭ് ബച്ചൻ. 2018 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് 2019 സെപ്റ്റംബർ 24-ന് പ്രഖ്യാപിച്ചത്. 1969 സാത്ത് ഹിന്ദുസ്ഥാനിയിൽ വേഷമിട്ട് സിനിമയിൽ അരങ്ങേറിയ അമിതാഭ് ബച്ചൻ 4 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കെയാണ്. 1969 ദേവിക റാണി റൂറിച്ചാണ് ഫാൽക്കെ അവാർഡ് ആദ്യമായി നേടിയത്. 10 ലക്ഷം രൂപയും സ്വർണ്ണപതക്കവുമാണ് ഇപ്പോൾ അവാർഡായി നൽകുന്നത്. 2019 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫയുടെ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയതാര്? മെസ്സി. അർജന്റീനൻ താരമാണ് ലയണൽ മെസ്സി. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം അമേരിക്കയുടെ മെഗൻ റാപ്പിനോയ്ക്കാണ്. മികച്ച കോച്ചായി ഇംഗ്ലീഷ് ക്ലബ്ബായ ലിവർപൂളിന്റെ കോച്ച് യർഗൻ ക്ലോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെയുണ്ടായിരുന്ന ബാലൻദിയോർ പുരസ്കാരത്തിന് പകരമായാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നൽകുന്നത്. ഇനി വി.ജെ. ജെയിംസിന്റെ ഏത് കൃതിക്കാണ് 2019 വയലാർ അവാർഡ് ലഭിച്ചത്? നിരീശ്വരൻ. 1977 വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി വയലാർ അവാർഡ് തുടങ്ങിയത്. 1977 ആദ്യ അവാർഡ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്കായിരുന്നു. 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ അവാർഡ് തുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. താങ്ക് യു.